Your call has been forwarded to voicemail. ആ കോള് കണക്ട് ആയില്ല. ലെറ്റ്സ് ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ. കോൾ ഇപ്പോൾ കണക്ട് ചെയ്യുന്നതല്ല. നെക്സ്റ്റ് കോൾ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ഹലോ രാജൻ സാർ അല്ലേ? സർ ഗുഡ് ഈവനിങ് സർ. സർ എൻ്റെ പേര് അജോ എന്നാണ്. സർ ഞാൻ വിളിക്കുന്ന മീഡിയേറ്റേഴ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ബിസിനസ് അസംബ്ലിംഗ് ഏജൻസി എന്നാണ്. സർ 2 മിനിറ്റ് സംസാരിക്കാൻ ടൈം ഉണ്ടാവുമോ? സർ ആക്ച്വലി ഞങ്ങളൊരു ബിസിനസ് അസംബ്ലിംഗ് ഏജൻസിയാണ്. എസ്പെഷ്യലി ഡിജിറ്റലി ഉള്ള ബിസിനസ് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഞങ്ങളുടേത്. സാറിനൊരു ബിസിനസ് ഉണ്ടെന്ന് മനസ്സിലായി. സാറിന് ആ ബിസിനസ്സിൽ ഞങ്ങളുടെ ആക്ടിവിറ്റി യൂസ്ഫുൾ ആവുമെന്ന് അറിയാനായിട്ടാണ് വിളിക്കുന്നത്. സർ എന്ത് ബിസിനസ്സാ ചെയ്യുന്നതെന്ന് പറയാം, അപ്പൊ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരാമായിരുന്നു. ഓക്കെ, എബ്രോഡ് ആണോ ചെയ്യുന്നത് ഡൊമസ്റ്റിക്കിലാണോ? അപ്പൊ സാറിന് റിക്വയർമെന്റ്സ് ഒക്കെ എബ്രോഡിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഇവിടുന്ന് സാർ ആക്ച്വലി ഹയറിംഗ് ആയിരിക്കും നടത്തുന്നുണ്ടാവും. ഈ 2 കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എത്ര വർഷമായിട്ടുണ്ട് ഇൻഡസ്ട്രിയില്? ഓ ഓക്കെ, വെരി ഗുഡ്. സാർ ഡിജിറ്റലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടോ? ഡിജിറ്റലി എനിക്ക് ഉള്ളത് 1 മാർക്കറ്റിംഗ്, 2 ഇതിന്റെ സപ്ലയറെ കണ്ടുപിടിക്കുക. ഈ 2 കാര്യങ്ങളാണ് എനിക്കിപ്പോ വേണ്ടത്. നിങ്ങൾ എവിടെന്നാ സംസാരിക്കുന്നത്? ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത് 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു ഏജൻസിയാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ 2 ഓഫീസാണ് ഉള്ളത്. ഒന്ന് എറണാകുളത്ത്, 2 ട്രിവാൻഡ്രത്ത്. എറണാകുളത്ത് എടപ്പള്ളിയിലാണ്, ട്രിവാൻഡ്രത്ത് വെള്ളയമ്പലത്താണ്. സാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് വെൽ നോൺ ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സാറിന് ടെലികോളിംഗ് ടീം ഒക്കെ ഉണ്ടോ? ടെലികോളിംഗ് ടീം ഉണ്ട്. ടെലികോളിംഗ് ടീമിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്ത് തുടങ്ങുമ്പോൾ ഞാൻ 3ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഓ അത് ശരി. ഇപ്പൊ ഒരു 35 ഉണ്ട്. ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓ അത് ശരി. അത് അത്രയും തലവേദന സഹിക്കാൻ പറ്റാതെ ക്ലോസ് ചെയ്തതാണ്. ഇപ്പൊ ഒരു 10-35-40 സിറ്റിക്കകത്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. അജയുടെ സ്ഥലം എവിടെ? സ്വന്തം സ്ഥലം എവിടെ? ഞാൻ ജനിച്ചതൊക്കെ കൊല്ലത്ത് ആയൂർ എന്ന് പറയുന്ന സ്ഥലത്താ. അതെ ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. ഓ അത് ശരി. ഞങ്ങളുടെ കോളേജിന്റെ ചെയർമാൻ, ഈ പറഞ്ഞ കോളേജിന്റെ ചെയർമാന്റെ സ്ഥലം കൊട്ടാരക്കര ആവണീശ്വരം. ഓ തൃക്കണ്ണമംഗലം SKVHSS എന്റെ പ്രിൻസിപ്പലിന്റെ സ്കൂളായിരുന്നു. ഞാൻ പഠിച്ചത് KPM. ഞാൻ SKV പഠിച്ചിട്ടുണ്ട് 3-4 വർഷം. ഓ അത് ശരി. ഓക്കെ. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം വന്ന് ട്രിവാൻഡ്രം ഫാദറിന് റെയിൽവേയിലായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം വന്ന് സെറ്റിൽ ആയത്. അപ്പൊ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നോക്കാം. ഓക്കെ ബൈ സർ, താങ്ക് യു. ഈ കോള് കണ്ടില്ലേ, 10 മിനിറ്റ് ഞാൻ ആ ക്ലയന്റുമായിട്ട് സംസാരിച്ചു. നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ക്ലയന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തു. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ക്ലയന്റിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലയന്റ് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ കോൾസ് ആണ് നമുക്ക് ഏറ്റവും വയബിൾ ആയിട്ട് ഉണ്ടാവുക. അവര് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ആ ഒരു കോൺടാക്ട് കീപ്പ് ചെയ്താൽ മാത്രം മതിയാവും നമുക്ക്. ഹലോ നിയാസ് സാർ അല്ലേ? ഗുഡ് ഈവനിങ് സർ. സർ എന്റെ പേര് അജോ എന്നാണ്. സർ ഞാൻ വിളിക്കുന്നത് മീഡിയേറ്റേഴ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ബിസിനസ് അസംബ്ലിംഗ് ഏജൻസി എന്നാണ്. സർ ഇത് ബേസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമാണ് കേരളത്തിൽ വരുന്നത്. സർ ഇത് സംസാരിക്കാൻ പറ്റിയ ടൈമാണോ? സൺഡേ ആയതുകൊണ്ട് ചോദിക്കാം. സർ ആക്ച്വലി ഞങ്ങൾ ബിസിനസിന്റെ എൻറ്റയർ ഡിജിറ്റൽ ഗ്രോത്തും ഡിജിറ്റൽ മാനേജ്മെന്റും ചെയ്യുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്ക് സംസാരിക്കാമല്ലോ സർ. താങ്ക് യു സോ മച്ച് സർ. ബൈ. ക്ലയന്റ് കാര്യം കേട്ടു, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ദെൻ നാളെ വിളിക്കാവോ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് ദെയർ ഈസ് ചാൻസസ്. നാളെ വിളിക്കാം. ഹലോ ഇസ്മായിൽ സർ അല്ലേ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ എന്റെ പേര് അജോ എന്നാണ്. സർ ഫ്രീ ആണോ 2 മിനിറ്റ് സംസാരിക്കാനായിട്ട്?
എന്ത് ബേസ് ചെയ്തിട്ടായിരുന്നു വിളിക്കുന്നത്? ആക്ച്വലി ഞാൻ വിളിക്കുന്നത് മീഡിയേറ്റേഴ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ബിസിനസ് അസംബ്ലിംഗ് ഏജൻസി എന്നാണ്. സൺഡേ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാർ തിരക്കിലാണോ എന്ന് ചോദിക്കുന്നത്? ഞാൻ തിരക്കിലാണ്. ഓക്കെ, ഞാൻ സാറിനെ നാളെ ഒന്ന് വിളിച്ചോട്ടെ? നിങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചോളൂ. ഓ ഷുവർ സാർ, താങ്ക് യു. ചില നമ്പേഴ്സ് സ്വിച്ച് ഓഫ് എന്ന് പറയും, കോൾ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയും. ബട്ട് ദ സെയിം നമ്പർ വിൽ ബി അവൈലബിൾ ഓൺ വാട്സപ്പ്. വാട്സപ്പിൽ ഒന്ന് ട്രൈ ചെയ്താൽ ഇതുപോലെ കണക്ട് ആയാൽ സംസാരിക്കാൻ കഴിയും. സോ ഡിജിറ്റലി കിട്ടുന്ന എല്ലാ ലീഡ്സും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് അല്ല. പണ്ട് ഒരു നമ്പറിൽ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ സ്വിച്ച് ഓഫ് തന്നെയാണ്. ബട്ട് ഇന്ന് ഒരു നമ്പർ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ആകണം എന്ന് ഒരു നിർബന്ധമില്ല. യു ക്യാൻ ട്രൈ ഇറ്റ് ഓൺ വാട്സപ്പ്. മേ ബി അത് കണക്ട് ആവാൻ ചാൻസ് ഉണ്ട്, കൺവേർട്ട് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ.